ഇന്ത്യയുടെ ദേശീയഗാനം എഴുതിയത് ആരാണെന്ന് ചോദിച്ചാൽ ഇന്ത്യയിലെ എല്ലാ കുട്ടികൾക്കും അതിൻ്റെ ഉത്തരം പറയാം. പക്ഷേ ഇവർ തന്നെ സ്കൂൾ മുറ്റത്ത് ചൊല്ലിയ ദേശീയ പ്രതിജ്ഞ എഴുതിയത് ആരാണെന്ന് ചോദിച്ചാൽ അത് അറിയുന്ന കുട്ടികൾ വളരെ കുറവായിരിക്കും. ഇന്ത്യ എൻ്റെ രാജ്യമാണ്, എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരി സഹോദരന്മാരാണ്. ഞാൻ എൻ്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു. സമ്പൂർണ്ണവും വൈവിധ്യപൂർണ്ണവുമായ അതിൻ്റെ പാരമ്പര്യത്തിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. ഞാൻ എൻ്റെ മാതാപിതാക്കളെയും ഗുരുക്കന്മാരെയും മുതിർന്നവരെയും ബഹുമാനിക്കും. ഞാൻ എൻ്റെ രാജ്യത്തിൻ്റെയും എൻ്റെ നാട്ടുകാരുടെയും ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടി പ്രയത്നിക്കും. ജയ് ഹിന്ദ്. ഇതാണ് നമ്മളൊക്കെ പലതവണ സ്കൂളുകളിൽ ചൊല്ലിയിട്ടുള്ള ആ പ്രതിജ്ഞ. 1962 ഇന്ത്യയും ചൈനയുമായി യുദ്ധം നടക്കുന്ന സമയത്ത് രാജ്യം എമ്പാടും ദേശസ്നേഹം പ്രചരിപ്പിക്കേണ്ടത് വലിയ ആവശ്യമായിരുന്നു. ഈ അവസരത്തിലാണ് വിശാഖപട്ടണത്തെ ട്രഷറി ഓഫീസറായിരുന്ന സുബ്ബറാവു രാജ്യത്തെ യുവതലമുറയിൽ ഐക്യവും ദേശസ്നേഹവും വളർത്താനായി ഒരു ലഘു പ്രതിജ്ഞ എഴുതുന്നത്. അദ്ദേഹം ഇത് ആദ്യം എഴുതിയത് തെലുങ്ക് ഭാഷയിലാണ്. രാജ്യത്തെ ഓരോ പൗരനും പരസ്പരം കുടുംബബന്ധം പോലെ കണക്കാക്കി സ്നേഹിക്കണം എന്ന വലിയ ആശയം പ്രചരിപ്പിക്കാനായിരുന്നു അദ്ദേഹത്തിന്റെ ശ്രമം. ഒരു സാധാരണ സർക്കാർ ഉദ്യോഗസ്ഥൻ തന്റെ രാജ്യത്തോടുള്ള സ്നേഹം പ്രകടിപ്പിച്ച ഈ വാക്കുകൾക്ക് വലിയൊരു വിപ്ലവം സൃഷ്ടിക്കാൻ കഴിവുണ്ടെന്ന് അപ്പോൾ ആരും തിരിച്ചറിഞ്ഞിരുന്നില്ല. സുബ്ബറാവുവിന്റെ സുഹൃത്തും പ്രമുഖ രാഷ്ട്രീയ നേതാവുമായ തെന്നേറ്റി വിശ്വനാഥം വഴിയാണ് ഈ പ്രതിജ്ഞ അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന PBG രാജുവിന്റെ മുമ്പിലേക്ക് വരുന്നത്. മന്ത്രിക്ക് അത് വളരെയധികം ഇഷ്ടമാവുകയും 1964 ബാംഗ്ലൂരിൽ നടന്ന കേന്ദ്ര വിദ്യാഭ്യാസ ഉപദേശ സമിതിയുടെ യോഗത്തിൽ ഇത് അവതരിപ്പിക്കുകയും ചെയ്തു. പിന്നീട് അടുത്ത വർഷം റിപ്പബ്ലിക് ദിനത്തിൽ ഈ പ്രതിജ്ഞ ഔദ്യോഗികമായി ദേശീയ പ്രതിജ്ഞയായി പ്രഖ്യാപിക്കപ്പെട്ടു. വിവിധ ഇന്ത്യൻ ഭാഷകളിലേക്ക് ഇത് മൊഴിമാറ്റം ചെയ്യപ്പെടുകയുമുണ്ടായി. ഒരു രാജ്യം മുഴുവൻ ദിവസവും ചൊല്ലിത്തുടങ്ങിയ ഈ പ്രതിജ്ഞയുടെ രചയിതാവ് ആരാണെന്ന് അപ്പോഴും ആരും ശ്രദ്ധിച്ചില്ല. ദശാബ്ദങ്ങളോളം അദ്ദേഹത്തിന്റെ പേര് പാഠപുസ്തകങ്ങളിൽ പോലും ഇടം നേടിയിരുന്നില്ല. സുബ്ബറാവു പോലും താൻ എഴുതിയ വരികളാണ് ദേശീയ പ്രതിജ്ഞയായി മാറിയതെന്ന് അറിയാതെയാണ് ജീവിച്ചു പോകുന്നത്. 1987 റിട്ടയർ ആയ ശേഷം തന്റെ പേരക്കുട്ടിയെ സ്കൂളിൽ കൊണ്ടുവിടാൻ പോയപ്പോൾ താൻ എഴുതിയ വാചകങ്ങൾ അസംബ്ലിയിൽ ചൊല്ലുന്നത് സുബ്ബറാവു കേട്ടു. നൂറുകണക്കിന് കുഞ്ഞുങ്ങൾ അത് ഏറ്റു ചൊല്ലുന്ന അദ്ദേഹം ആഹ്ലാദത്തോടെ കേട്ടുനിന്നു. പേരക്കുട്ടിയെ പഠിപ്പിക്കാൻ സഹായിക്കുന്നതിനിടെ ആ പാഠപുസ്തകത്തിൽ തന്റെ കൈപ്പടയിൽ എഴുതിയ അതേ വരികൾ അച്ചടിച്ചിരിക്കുന്നത് കണ്ടപ്പോഴാണ് തന്റെ വരികൾ ഇന്ത്യയിലെ എല്ലാ പാഠപുസ്തകത്തിലും ഉള്ളതായി അദ്ദേഹം തിരിച്ചറിയുന്നു. അന്ന് അദ്ദേഹത്തിന് 70 വയസ്സിനോടടുത്ത് പ്രായവും ഉണ്ടായിരുന്നു. ആ നിമിഷം അദ്ദേഹത്തിന്റെ കണ്ണുകൾ നിറഞ്ഞുപോയി. അത് സന്തോഷം കൊണ്ടോ അതോ അംഗീകരിക്കപ്പെടാതെ പോയതിലുള്ള ദുഃഖം കൊണ്ടോ എന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ പിന്നീട് ഇതിനെ ഓർമ്മിച്ചുകൊണ്ട് പറയുന്നത്. ഇന്ത്യയുടെ ദേശീയ ഗാനവും ദേശീയ ഗീതവും എഴുതിയവർക്ക് ലഭിച്ച അംഗീകാരം രാജ്യത്തിന്റെ പ്രതിജ്ഞ എഴുതിയ ഈ മഹാന് അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് ലഭിച്ചില്ല. എങ്കിലും കേന്ദ്ര മാനവ വിഭവശേഷി മന്ത്രാലയത്തിന്റെ രേഖകളിൽ സുബ്ബറാവു തന്നെയാണ് പ്രതിജ്ഞയുടെ രചയിതാവെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കാലഭൈരവുഡു എന്ന നോവൽ ഉൾപ്പെടെ നിരവധി സാഹിത്യകൃതികൾ സംഭാവന ചെയ്ത പൈഡിമാരി വെങ്കട സുബ്ബറാവു 1988 അന്തരിച്ചു. അദ്ദേഹത്തിന്റെ സുന്ദരവും ലളിതവും എന്നാൽ അർത്ഥവത്തായതുമായ ആ വാക്കുകൾ ഇന്നും ഇന്ത്യയിലെ ഓരോ കുട്ടിയുടെയും ഹൃദയത്തിൽ ദേശസ്നേഹം നിറയ്ക്കുന്നു. അവാർഡുകളെക്കാളും പദവികളെക്കാളും ഒക്കെ വലുത് തന്നെയാണ് എല്ലാ ദിവസവും സ്കൂളുകളിൽ നിന്നും ഉയരുന്ന ആ വാക്കുകൾ.